കാരണം അത് തന്നെ ഈ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാണ്ട് നമ്മളെ ക്യാരക്ടറേയും കൂടെ സ്വീകരിക്കാൻ പറ്റില്ല. അതും കൂടെ ക്യാരക്ടറിൽ ഇംബൈബ് ചെയ്യണം. ക്യാരക്ടർ മുൻപുള്ള തീർച്ചയായിട്ടും ഞാൻ വളരെ വലിയ താരങ്ങളുടെ പോലും ചില സിനിമകളിലെ പെർഫോമൻസസ് കാണുമ്പോൾ അവർ അവരെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് നമുക്ക് ചോദിച്ചു പോകാൻ തോന്നുന്നത് ഇതാണ് എൻ്റെ കാരണം. ആ നിലയ്ക്കുള്ള അപ്ഡേഷൻസ് ഇല്ല. ഒരു ഡ്രൈവർ സ്ഥിരമായി അയാൾ കയറുന്ന ബസ്സും അയാൾ അപ്പം കയറുന്ന ബസ്സും ട്രാൻസ്പോർട്ട് ബസ് അതിൽ പല പല ബസ്സുകളിലാണ് കയറുക. അയാൾ സ്ഥിരമായി ഓടിക്കുന്ന വണ്ടിയിലേക്ക് അയാൾ കയറുന്നത് നമുക്ക് കണ്ടാൽ അറിയാം ഇല്ലേ. ഞാൻ സിനിമ വിടും, നമ്മളെ ക്യാമറ വിട്ടിട്ട് അയാൾ ഒബ്സർവേഷൻ ചെയ്താൽ അയാൾ ആദ്യമായിട്ടാണ് വണ്ടി കയറുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ ആദ്യമായിട്ടാണ് വണ്ടി കയറുന്നതെന്നും അയാൾ കുറച്ച് ദിവസമായിട്ട് കയറുന്ന ആളാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ നമ്മൾ സ്ഥിരമായി കയറുന്ന കുളിമുറി നമ്മൾ സ്ഥിരമായി കയറി പോകും. നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിപ്പോയാൽ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ എവിടെയൊക്കെ വയ്ക്കും. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കില്ല അവർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഷൻ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ കോൺവെർസേഷൻസ് മുൻപൊക്കെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണമെന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല ഒരിക്കലും. നമ്മൾ പലപ്പോഴും നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മുഖമൊക്കെ വല്ലപ്പോഴും കാണാറുള്ളൂ. ആലോചിച്ചു തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ ഒരു അമ്മയുടെ മുഖത്തൊക്കെ ഒരു സ്കാറുള്ളതൊക്കെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് അമ്മ മോനെ ഇവിടെ ഒരു നീരുണ്ടെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടർ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും, എന്തെങ്കിലും അസുഖം നോക്കുമ്പോഴായിരിക്കും ഈ പാട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്ര കണ്ട് ശ്രദ്ധയില്ലാതെയാണ് നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നത്. ഇതൊരു സാധാരണ സിനിമ അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവ് സ്പേസ് പ്രൊഫഷനാക്കി എടുക്കാത്തവർക്ക് അത്ര കണ്ട് ബാധിക്കില്ല. നമ്മൾ ഇതുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളാണ് ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.